ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 63-ാം അധ്യായം. ഇപ്പം നമ്മൾ ഇന്നലെ 49-ാം ശ്ലോകത്തിങ്കിലാണ് നിർത്തിയതല്ലേ. ബാണാസുര യുദ്ധമൊക്കെ ഏകദേശം തീർന്നു. അസുരൻ്റെ കൈകൾ മുഴുവനും മുറിച്ച് കളഞ്ഞു. 4 കൈ മാത്രം അവശേഷിപ്പിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഭഗവാൻ ശിവൻ ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഭഗവാനേ ശ്രീപരമേശ്വര, നിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം. വാസ്തവത്തിൽ നമുക്കറിയാലോ, ഭഗവാനെ അല്ലേ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മം ആയിട്ടുള്ള സ്വരൂപനല്ല, സാക്ഷാൽ പരബ്രഹ്മമാണ് ഭഗവാൻ ശ്രീ ശിവനും ഭഗവാൻ ശ്രീകൃഷ്ണനും. അപ്പോൾ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ കരുണ മൂലം ഭഗവാനെ അപമാനിച്ച ബാണാസുരന് പാഠം അങ്ങോട്ട് പഠിപ്പിച്ചു ഭഗവാൻ. അത് ഭഗവത് ഇച്ഛപ്രകാരം തന്നെയല്ലേ. അങ്ങനെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ആ 1000 കൈകൾ മുറിച്ച് 4 എണ്ണം അവശേഷിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഭഗവാൻ അല്ലേ, ഇവൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനാണ് എല്ലാം ഇത് ചെയ്ത് ഭഗവാൻ ശിവനോട് പറയുക. എൻ്റെ സൈന്യവും ഭൂഭാരം ഉള്ളത് ഞാൻ തീർക്കുകയും ചെയ്തു, എൻ്റെ കർമ്മേ ഞാൻ ചെയ്തുള്ളൂ. ഭഗവാനെ ശ്രീപരമേശ്വര, ഭഗവാനെ മുറിച്ച് കളയാണ്ട് ശേഷിച്ച ഇവൻ്റെ 4 കൈകൾ ശക്തിമത്തുക്കളും നാശമില്ലാതായിരിക്കും. അങ്ങയുടെ ശ്രീപരമേശ്വര, അങ്ങയുടെ പാർഷദന്മാരിൽ വെച്ച് മുഖ്യനായിട്ടുള്ള ഈ അസുരന് ഇനി ഒന്നീന്നും ഭയം ഉണ്ടാവില്ല. ഇതിലഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുരാപ്രാദ്യുംനിം രഥമാരൂപ്യ സവത്വാ സമുപാനയത്. അസുരൻ ഇത് പ്രകാരം അഭയം ലബ്ധ്വാ സിദ്ധിച്ചിട്ട് കൃഷ്ണനെ ശിരസുകൊണ്ട് പ്രണമ്യ നമസ്കരിച്ച് പ്രദ്യുമ്ന സുതന് സവത്വധുനോടുകൂടി രഥം തേരിൽ ആരൂപ്യ കയറ്റിയിട്ട് സമുപാന കാഴ്ചവെച്ചു. ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ആ ഭയം അങ്ങോട്ട് സിദ്ധിച്ച ഉടനെ ബാണാസുരൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. അനിരുദ്ധനുഷയും ഒരു തേരിക്കരയേറ്റി ഭഗവാന്റെ തിരുമുന്നിൽ അങ്ങോട്ട് സമർപ്പിച്ചു. അക്ഷൗഹിണ്യാ പരിവ്രതം സുവാസ സമലങ്കൃതം സപത്നീകം പുരസ്കൃത്യ യയൗ രുദ്രാൻ അനുമോദിത. അക്ഷൗഹിണിയാൽ പരിവ്രതപ്പെട്ടവനും സുവാസ സമലങ്കൃത ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും സപത്നീകം പത്നിയോടുകൂടിയവനുമായിട്ടുള്ള അവന് അനിരുദ്ധനെ പുരസ്കൃത്യ മുൻപിൽ നടത്തിച്ചിട്ട് രുദ്രാനുമോദിത, ഭഗവാൻ രുദ്രനാൽ അനുമോദിക്കപ്പെട്ട് യയോ യാനം ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീ ശിവൻ സാക്ഷാൽ ജഗദീശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണ അനുമോദിക്കുക ചെയ്ത ബാണാസുരനെ നേരെയാക്കിയത് അല്ലേ. ഭഗവാൻ ശിവനാൽ ഭഗവാൻ ശ്രീകൃഷ്ണ അനുമോദിക്കപ്പെട്ടു. ഭഗവത് അഭിപ്രായപ്രകാരം ബാണാഹങ്കാരം ശമിപ്പിച്ചില്ലേ. അതുകൊണ്ട് ശ്രീപരമേശ്വരൻ ഭഗവാൻ സന്തോഷിച്ചു എന്ന് സാരം. വസ്ത്രാലങ്കാരങ്ങളാൽ വളരെ അലങ്കരിച്ച് പത്നിയായിട്ടുള്ള ഉഷയോട് ചേർന്ന അനിരുദ്ധനെ മുന്നിൽ നടത്തിക്കൊണ്ട്, സൈന്യങ്ങളെയും മുന്നിൽ നടത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് അങ്ങോട്ട് തിരിച്ചുപോയി. സ്വരാജധാനിം സമലങ്കൃതാം ധ്വജൈ സതോരണൈ രൂക്ഷിതമാർഗചത്വരം വിവേശ ശംഖാനഗദുന്ദുഭിസ്വനൈർ അഭ്യുദ്യത പൗര സുഹൃദ്വിജാതിഭി. തോരണങ്ങളോടുകൂടിയ ധ്വജങ്ങളാൽ സമലങ്കൃതം അലങ്കരിക്കപ്പെട്ടതും ഉക്ഷിതമാർഗചത്വരം നന്നായി നനയ്ക്കപ്പെട്ട പാതകളോടും കൂടിയ സ്വരാജധാനിയും തൻ്റെ രാജധാനിയെ പൗരസുഹൃദ്വിജാതിഭി, പൗരന്മാർ സുഹൃത്തുക്കൾ ദ്വിജന്മാർ ഇവരാൽ ശംഖാനഗദുന്ദുഭി സ്വനെ, ശംഖം ആനഗദുന്ദുഭി ഇവയുടെ ശബ്ദങ്ങളോടുകൂടി അഭ്യുദ്യത എതിരേൽക്കപ്പെട്ടവനായിട്ട് വിവേശ പ്രവേശിച്ചു എന്ന് പറയാം. ബാണാസുരനെ അങ്ങോട്ട് തോൽപ്പിച്ച് ഉഷയോടും അനിരുദ്ധനോടും കൂടി ഭഗവാൻ വരുന്ന വർത്താനം പുരവാസികൾ അറിഞ്ഞു അല്ലേ. അവർ എന്ത് ചെയ്തേ,
പട്ടണം മുഴുവനും ദ്വാരകാപുരി മുഴുവൻ കൊടിക്കൂറകൾ തോരണങ്ങൾ ഇതൊക്കെ കൊണ്ടങ്ങോട്ട് അലങ്കരിച്ചു. പാതകളിലോ ചന്ദനം കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ കലക്കി വെള്ളം തളിച്ച് പൊടി ഒതുക്കി. ഇങ്ങനെ അലങ്കരിച്ച ദ്വാരകാപട്ടണ സമീപത്തിൽ ഭഗവാൻ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും പട്ടണവാസികളായിട്ടുള്ള സാധാരണ സകലവിധ ജനങ്ങളും ഭഗവാനിൽ പ്രത്യേകം ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഭക്തന്മാരും ബ്രാഹ്മണരും എന്താ ചെയ്തവർ? അവർ ശംഖം ഭേരി ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങൾ അങ്ങോട്ട് മുഴക്കിയാണ് ഭഗവാനെ സൽക്കരിച്ചത്. ഇങ്ങനെ സർവമംഗള സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ മംഗളവാദ്യങ്ങളോടുകൂടി ഭഗവാൻ ശ്രീപരമേശ്വരനെ പിരിഞ്ഞ് ദ്വാരകയിൽ അങ്ങോട്ട് പ്രവേശിച്ചു. യേവം കൃഷ്ണവിജയം ശങ്കരേണ ച സംയുഗം സംസ്മരിത് പ്രാതരുത്ഥായ നതസ്യ സ്യാത് പരാജയാ. ഏവം ഇപ്രകാരം കൃഷ്ണവിജയം ഭഗവാൻ കൃഷ്ണൻ്റെ ജയത്തെയും ശങ്കരേണ ഭഗവാൻ ശിവനോട് സംയുഗം ച യുദ്ധത്തെയും യാതൊരുത്തൻ രാവിലെ ഉത്ഥായ എഴുന്നേറ്റ് സംസ്മരി നന്നായി സ്മരിക്കുകയോ തസ്യ അവന് പരാജയ തോൽവി നസ്യാത് ഭവിക്കില്ല. പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാൻ ശ്രീ ശിവനും തമ്മിലുണ്ടായ യുദ്ധത്തെയും ശ്രീകൃഷ്ണ ജയമൊക്കെ രാവിലെ എണീറ്റോടനെ ഭക്തിപൂർവ്വം ആര് സ്മരിക്കണോ അവന് സർവത്ര വിജയം സിദ്ധിക്കും, തോൽവി ഉണ്ടാവില്ല. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ദശമസ്കന്ധുത്തരാർദ്ധേ അനിരുദ്ധാനയനം നാമ 63-തമാധ്യായ. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 64-ാം ശ്രീശുക ഉവാച. ഏകഥാ ഉപവനം രാജൻ ജഗ്മുർയദുകുമാരകാഃ വിഹർത്തും സാംബ പ്രദ്യുമ്നാം ചാരുഭാനു ഗദാതയാ. രാജൻ്റെ രാജാവ് ഏകത ഒരു ഉസേ സാംബ പ്രദ്യുമ്ന ചാരുഭാനു ഗദാതയ. സാമ്പൻ പ്രദ്യുമ്നൻ ചാരു ഭാനു ഗദൻ മുതലായവരെ യദുകുമാരന്മാർ വിഹർത്തും കളിക്കാനായിട്ട് ഉപവനടുത്തുള്ള പൂന്തോട്ടത്തിൽ ജഗ്മു അങ്ങോട്ട് പ്രവേശിച്ചു. ശ്രീ ശുഗമുനി അരുളിച്ച് 64-ാം അധ്യായത്തിൽ ഭഗവാൻ മൃഗശാപം തീർത്ത് മോക്ഷം നൽകിയ കഥ പറയുകയാണ്. ഈ ബ്രഹ്മസ്വം അപഹരിക്കപ്പെടുന്നതുകൊണ്ടുള്ള ദോഷം പഠിപ്പിക്കുകയാണ് ഈ കഥ കൊണ്ടുള്ള ഉപയോഗം. ഐശ്വര്യം ഭോഗ്യം ഭാഗ്യം ഭോഗ്യപദാർത്ഥ സമൃദ്ധി ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ മനസ്സിൽ അങ്കുരിക്കുന്ന മതം അല്ലെ അഹങ്കാരം നിമിത്തം ഗർവികളാവണവർക്ക് ഉണ്ടാവണ ദോഷം ബോധിപ്പിച്ച് അല്ലേ യദുകുമാരന്മാരെ ആ വക ദോഷങ്ങളിൽ നിന്നും അകറ്റി നിർത്തണം, രക്ഷിക്കണം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആശയം. അതുകൊണ്ട് ഈ കഥ ഗദൻ സാമ്പൻ മുതലായ മക്കൾ മിക്കവാറും യൗവനയുക്തരാവണതിന് മുമ്പാണ് നടക്കണേ. അപ്പോൾ അതുകൊണ്ട് ബാല്യം തൊട്ട് യുവത്വം വരെ ഉൾക്കൊള്ളണ കുമാരക എന്നുള്ള പദം സഹായിക്കുന്നു. അപ്പോൾ അവർ കുമാരന്മാരായിട്ട് യുവത്വത്തിന് തൊട്ട് മുമ്പ്. അപ്പോൾ ശമ്പരൻ അപഹരിച്ച പ്രദ്യുമ്നം യൗവനത്തിൽ ഭാര്യാസമേതനായിട്ടല്ലേ ദ്വാരകയിൽ വീണ്ടും വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ പ്രദ്യുമ്നൻ്റെ പേര് കേൾക്കാത്ത. ഐശ്വര്യാദി സമൃദ്ധിയിൽ അഹങ്കാരം ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ വളരെ ഭാഗ്യം ചെയ്തേക്കണം. അഹങ്കാരത്തെ പോലെ അധപതിക്കുന്ന അധമശത്രു മറ്റാരും ഇല്ല എന്നാണ് മൃഗരാജാവിൻ്റെ ചരിത്രം പഠിപ്പിക്കണത്. അതുകൊണ്ട് ആ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ യദുകുമാരന്മാരെ ധരിപ്പിക്കണ ഇത് നമുക്കും ഒരു പാഠാണേ. നമുക്ക് വേണ്ടിയിട്ടല്ലേ ഭഗവാൻ നമുക്കിത് തരണേ എന്ന് ശ്രീ ശുഗൻ പരീക്ഷത്തിനോട് പറയുക. എൻ്റെ രാജാവേ ഒരു നാൾ സാമ്പൻ പ്രദ്യുമ്നൻ മുതലായ യദുകുമാരന്മാർ കളിയിലങ്ങോട്ട് ആസക്തത ചിത്തരായിട്ട് അല്ലേ വെളിയിൽ സമീപത്തുള്ള ഒരു തോട്ടത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു. ക്രീഡിത്വാ സുചിരം തത്ര വിജിൻവന്ത പിപാസിത ജലം നിരുദകേ കൂപേതദൃശു സത്വമത്ഭുതം. തത്ര അവിടെ സുചിരമധ്യനേരം ക്രീഡിത്വ കളിച്ചിട്ട് പിപാസിത വെള്ളം കുടിക്കാൻ മോഹിച്ച് വെള്ളത്തെ വിജിന്നന്വ തെരഞ്ഞ് നിരുദകേ വെള്ളമില്ലാത്ത കൂപേ കിണറ്റിൽ അത്ഭുതം ആശ്ചര്യകരമായിട്ടുള്ള ഒരു സത്വം ഒരു ജീവിയെ ദദൃശു കണ്ടു. കുട്ടികൾ കുറേ നേരം അങ്ങോട്ട് തോട്ടത്തിൽ തിമിർത്തങ്ങോട്ട് കളിച്ചു അല്ലേ, അധികം നേരം കളിച്ചു. ദാഹം വന്നു. ദാഹപരവശരായിട്ട് വെള്ളം അങ്ങോട്ട് തെരഞ്ഞപ്പോൾ അവർ ആ തോട്ടത്തിലൊരു കിണർ കണ്ടു. അതിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു പൊട്ടക്കിണർ, വെള്ളം അശേഷമില്ല. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രാണി അതിൽ കിടക്കണ അവർ കണ്ടു.
കൃകല അപ്പോൾ അവർ സൂക്ഷിച്ചു നോക്കി. കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസഃ കസ്യ ഉദ്ധരേണ യത്നം ചക്രുസ്തേ കൃപയാന്വിത. ഗിരിനിഭം ഒരു പർവ്വതത്തിൻ്റെ വലിപ്പമുണ്ട്. കൃകലാസം ഊന്ത് അതിനെ കണ്ടിട്ട് വീക്ഷ്യ കണ്ടിട്ട് വിസ്മിതമാനസ അത്ഭുതപ്പെട്ട മനസ്സോടുകൂടി അവർ കൃപയാ അന്വിത കൃപാസഹിതരായിട്ട് തസ്യ അതിൻ്റെ ഉദ്ധരണത്തിൽ യത്നത്തെ ചക്രു ചെയ്തു. ആ പ്രാണി ഒരു വലിയ മഹാമോന്തായിരുന്നു. അത്ര വലിയ ഓന്തിനെ അവർ അതുവരെ കണ്ടിട്ടില്ല. അവർക്കെല്ലാവർക്കും വളരെ ആശ്ചര്യമായി. ആ ഊന്തിനോട് അവർക്ക് കരുണയായി. അതിനെ മുകളിലേക്ക് കയറ്റി വിടാൻ അങ്ങോട്ട് അവർ പരിശ്രമവും തുടങ്ങി. ചർമ്മജൈ താന്തവൈ പാശൈർ ബദ്ധ്വാ പതിതമർഭഗാ നാശക്നുവൻ സമുദ്ഹർത്തും കൃഷ്ണായ ചക്ഷുരുത്സുകാഃ. ചർമ്മജൈ ചർമ്മം കൊണ്ട് തോലുകൊണ്ടുണ്ടാക്കിയതും താന്തവൈ നൂലുകൊണ്ടുണ്ടാക്കിയതും പാശൈ ഉള്ള പാശങ്ങളെ കൊണ്ട് പതിത വീണ് കിടക്കണം. അതിനെ ബദ്ധ്വാ ബന്ധിച്ചിട്ട് സമുദ്ഹർത്തും സമുദ്ധരിക്കാനായിട്ട് അർഭക കുട്ടികൾ നാശക്നുവൻ ശക്തരായില്ല എന്ന് പറയാം. ഉത്സുക അവരാകെ ഉത്സാഹഭരിതരായിട്ട് കൃഷ്ണനോട് ആ ചക്ഷു പോയി പറഞ്ഞു. തോലുകൊണ്ടും നൂലുകൊണ്ടുമുള്ള കയറുകൾ അല്ലേ പിണച്ച് കിട്ടി കൂട്ടിക്കെട്ടി അല്ലേ കൂട്ടിക്കെട്ടി പിണച്ചോ എങ്ങനെയോ കൂട്ടിക്കെട്ടി കിണറ്റിൽ വീണ് കിടക്കണ പ്രാണിയെ മേൽപോട്ട് കയറ്റാൻ കുട്ടികൾ ആവും വിധം അങ്ങോട്ട് പരിശ്രമിച്ചു. പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് അവർക്ക് മൂന്തിനാനൊക്കെ സാധിച്ചില്ല. അവരെ ആകെ കുട്ടികളല്ല ഉത്സാഹത്തോടു കൂടി ഭഗവത് സന്നിധി ചെന്ന് വിവരം അങ്ങോട്ട് പറഞ്ഞു. തത്രാഗത്യ രവിന്ദാക്ഷൂ ഭഗവാൻ വിശ്വഭാവന വീക്ഷ്യൂജഹാരവാമേന തം കരേണ സ ലീല. വിശ്വഭാവന ലോകത്തെ സംരക്ഷിക്കണവനും ഭഗവാൻ ഷഡ്വിധ ഗുണങ്ങൾ തേഞ്ഞവനുമായിട്ടുള്ള സ അരവിന്ദാക്ഷ താമരസാക്ഷൻ തത്ര അവിടെ അഗത്യ വന്ന് വീക്ഷ്യ നോക്കി. വാമേന കരേണ ഇടത്ത കൈകൊണ്ട് ലീലയ ഒരു പ്രയാസം കൂടാണ്ട് താം അതിനെ ജഹാര ഉദ്ധരിച്ചു. ഒരു നോട്ടത്താൽ അല്ലേ ഭഗവാന്റെ ഒരു നോട്ടത്താൽ സർവ്വലോകസന്താവും ദുഃഖം നശിപ്പിക്കും. അങ്ങനെയുള്ള ഭഗവാൻ അങ്ങനെ സർവ്വസന്താവും ഈ വിശ്വത്തിൻ്റെ അല്ലേ ദർശനമാത്രത്താൽ ഒരൊറ്റ നോട്ടത്താൽ ഈ വിശ്വത്തിൻ്റെ സർവ്വലോകങ്ങളുടെയും സർവ്വദുഃഖവും നശിപ്പിച്ച് സംരക്ഷിക്കാൻ സമർത്ഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ അവിടെ വന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളുകളിയൊക്കെ മനസ്സിലാക്കി അല്ലേ അന്തരം ധരിച്ചു. ഇപ്പം എന്താ കാര്യം എന്നൊക്കെ മനസ്സിലാക്കി. തൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഊന്തിനെ സ്പർശിച്ചു. ആ ശേഷം ലവലേശം പ്രയാസം കൂടാണ്ട് ആ പ്രാണിയെ മേൽപോട്ടങ്ങോട്ട് കയറ്റി. പതിതരെ ഉയർത്തണേ ഭഗവത് ധർമ്മമെന്ന് സ്പഷ്ടാക്കിയേക്കണേ. വലത്തെ കൈ കൊണ്ട് ദേവന്മാർക്കും ഇടത്തെ കൈ കൊണ്ട് അസുരന്മാർക്കും ഹിതത്തെ ചെയ്യുന്നത് ഭഗവത് സമ്പ്രദായമാണ്. രജോഗുണാധിക്യ നിമിത്തം പതിതനായിട്ടുള്ള രാജാവിനെ ഉയർത്താൻ വാമകരസ്പർശം യുക്തമെന്ന് ചില ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ടാവാം. സ ഉത്തമ ശ്ലോകകരാഭിമൃഷ്ടോ വിഹായ സദ്യ കൃകലാസ്വരൂപം സന്തപദചാമി കരചാരുവർണ്ണ സ്വർഗ്യദ്ഭുതാ അലങ്കരണം അംബരശ്ര. ഉത്തമ ശ്ലോകകരാഭിമൃഷ്ട ഉത്തമ ശ്ലോകൻ്റെ കരങ്ങട് തൊട്ടേ ഉള്ളൂ. സ അവൻ സദ്യ ഉടനെ കൃകലാസ്വരൂപം ഊന്തിൻ്റെ രൂപമൊക്കെ പോയി വിഹായ ഉപേക്ഷിച്ച് സന്തപ്തചാമി കര ചാരുവർണ്ണ പഴുപ്പിക്കപ്പെട്ട സ്വർണം പോലെ മനോഹരമായിട്ടുള്ള നിറത്തോടു കൂടിയതും അത്ഭുതാലങ്കരണാംബരശ്രക്ക് അത്ഭുതകരമായിട്ടുള്ള അലങ്കാരം വസ്ത്രം മാല ഇതൊക്കെ കൂടിയ സ്വർഗീയ ദേവനായിട്ട് ഭവിച്ചു. ആ അതിബൃഹത്തായിട്ടുള്ള വലിയ ആ ഊന്തിനെ പ്രാണിയെ ഭഗവാൻ കൈ കൊണ്ടൊന്നും അങ്ങോട്ട് തലോടിയുള്ളൂ. ഉടനെ ഊന്തിൻ്റെ സ്വരൂപമൊക്കെ മറഞ്ഞു അല്ലേ. ഊന്തിൻ്റെ ആ രൂപമൊക്കെ അത് ഉപേക്ഷിച്ച് ആ സ്ഥാനത്ത് സ്വർണം പഴിപ്പിച്ച എത്ര നല്ല സൂര്യവർണ്ണമല്ലേ നിറണ്ട്, അതുപോലെ അതിമനോഹര വർണ്ണത്തോടും വിശേഷ വസ്ത്ര അലങ്കാര മാല ഇതുകൊണ്ടൊക്കെ ശോഭിക്കണ ശോഭിക്കണ പരമശോഭയോടുകൂടിയ ഒരു ദേവതാസ്വരൂപം അവിടെ കാണപ്പെട്ടു. പപ്രച്ഛ വിദ്വാനപി തന്നിദാനം ജനേഷു വിഖ്യാപയിതും മുകുന്ദ കസ്ത്വം മഹാഭാഗ വരണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി
നൂനം മുകുന്ദ. ഭഗവാൻ കൃഷ്ണനെ വിദ്വാനഭി, ഇതൊക്കെ അറിയാം അല്ലേ. ജനേഷു, ജനങ്ങളിൽ വിഖ്യാപേതും പ്രസിദ്ധപ്പെടുത്താനായിട്ട് തന്നിദാന അതിൻ്റെ കാരണത്തെ പ്രപുച്ഛ ചോദിച്ചു. മഹാഭാഗായ മഹാഭാഗ്യശാലി അയനെ വരണ്യരൂപത്വം ശ്രേഷ്ഠായ രൂപത്തോടുകൂടിയ ത്വം അങ്ങ് ആരാ. ത്വം നിന്നെ ദേവോത്തമം ദേവശ്രേഷ്ഠനാന്ന് ഗണയാമി, ഞാൻ ഗണിക്കുന്നു. നൂനം നിശ്ചയം. അപ്പം ഇങ്ങനെ ഒക്കെ വരാനുള്ള കാര്യം ഭഗവാനറിയാം അല്ലേ. കാരണം എന്ത് കാരണം കൊണ്ട് എങ്ങനെ വന്നതെന്നൊക്കെ ഭഗവാനറിയാം. എങ്കിലും ജനങ്ങൾക്ക് തത്വബോധം ഉറപ്പിക്കണ്ടേ, മനസ്സിലാവണ്ടേ ഇതെന്താ ഇങ്ങനെ വന്നതെന്ന്. ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ, ആ തത്വബോധം ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് ഉറപ്പിക്കാൻ, അവരുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമുകുന്ദൻ ആ ദേവനോട് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താന്ന് താഴെ പറയും വിധം അങ്ങോട്ട് ചോദിക്കുക. ഹേ മഹാഭാഗ, പരമ ഉത്കൃഷ്ട സ്വരൂപത്തോടുകൂടി അങ്ങ് ആരാ. ദേവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ഒരുത്തനാന്ന് ഞാൻ വിചാരിക്കുന്നു. ദശാമിമാം വാ കഥമേന കർമ്മണ സംപ്രാപിതു അസ്യ തദർഹ സുഭദ്രാം ആത്മാനമാഖ്യാഹി വിവിത്സദാം നു യന്മന്യസേന ക്ഷമമത്ര വക്തും. ദശാമിമാം വാ കഥമേന കർമ്മണ സംപ്രാപിതു അസ്യ തദർഹ സുഭദ്രാ ആത്മാനമാഖ്യാഹി വിവിത്സദാം നൂയന്മന്യസേന ക്ഷമമത്ര വക്തും. സുഭദ്രയെ ശ്രേഷ്ഠ കഥമേന ഏതുവിധമായിട്ടുള്ള കർമ്മത്താൽ ഇമാം ഈ ദശാം അവസ്ഥ അതദർഹ അതിനർഹനല്ലാത്ത ത്വം നീ സംപ്രാപിത പ്രാപിക്കപ്പെട്ടു. വിവിത്സദാം അറിയാൻ ആഗ്രഹിക്കണ ഞങ്ങളോട് അത്ര അതിനെ വക്തും പറയാനായിക്കൊണ്ട് ക്ഷമയോഗ്യാന്ന് മന്യസേയത് വിചാരിക്കണ പക്ഷം ആത്മാനം തന്നെക്കുറിച്ച് ആഖ്യാഹി പറയാന്ന് പറയാം. ഈ സൗമ്യ നികൃഷ്ടായിട്ടുള്ള ഈ കൃകലാസരൂപി ഓന്തിൻ്റെ രൂപം പ്രാപിക്കാൻ അങ്ങർഹനല്ല. അങ്ങേ ഈ അവസ്ഥ പ്രാപിച്ച് ഏതു വിധത്തിലുള്ള കർമ്മമെന്നറിയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് പറയണേന് വിരോധമില്ലെങ്കിൽ അങ്ങയുടെ സ്ഥിതി ഒന്ന് പറഞ്ഞു തരണേ. ശ്രീ ശുഗവാച ഇതി സ്മരാജ സംപൃഷ്ട കൃഷ്ണേന അനന്തമൂർത്തിന മാധവം പ്രണിപത്യാഹ കിരീടേന അർക്കവർച്ചസ. ഇതി പ്രകാരം അനന്തമൂർത്തിനം ആദ്യ അവസാനമില്ലാത്ത, അത്ര വലിപ്പമുള്ള അല്ലേ, അത്യന്തമില്ലാത്ത അനന്തമില്ലാത്ത സ്വരൂപത്തോടു കൂടിയ കൃഷ്ണനാൽ സംപൃഷ്ട വിനയപൂർവ്വം ചോദിക്കപ്പെട്ട രാജാവ് അർക്കവർച്ചസ സൂര്യനെപ്പോലെ പ്രകാശമുള്ള കിരീടം കൊണ്ട് മാധവം മായാവല്ലഭനെ പ്രണിപത്യ നമസ്കരിച്ച ആഹാസ്മ പറഞ്ഞു അല്ലേ. ഭഗവാന്റെ സ്വരൂപത്തിന് ആദ്യന്തമില്ല, ആദ്യം അവസാനമില്ല, അത്ര വലിപ്പമുണ്ട് അല്ലേ. വിശ്വത്തിൽ കാണുന്ന സർവവും ഭഗവാന്റെ ഒരു അംശാംശം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കാണപ്പെടുന്ന സർവസ്വരൂപം ഭഗവാൻ ശ്രീകൃഷ്ണമൂർത്തി ആയതുകൊണ്ട് അപ്പോൾ അത്ര വലിപ്പമുള്ള ഭഗവാനോട് പറയുക ആര്, ആ ദേവൻ എന്നുവെച്ചാൽ പരമാത്മാവായിട്ടുള്ള കൃഷ്ണനോട് പറഞ്ഞു എന്ന് കാണുന്നു. ഈ സർവ്വസ്വരൂപം നമുക്ക് ദൃശ്യമായിട്ടുള്ള സർവ്വ വസ്തുക്കളും ഭഗവാന്റെ തന്നെ മൂർത്തികളാണ് അല്ലേ. ഒരു ഭഗവാൻ തന്നെയാണ് പ്രാണി തൊട്ട് പീലിക തൊട്ട് ആന തിമിംഗലം വരെയുള്ള സർവസ്വവും ഭഗവാനാണ് ആത്മാവായിട്ടിരിക്കുന്ന ആ രൂപങ്ങളിൽ. അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്താ ഒരു രൂപം ശ്രേഷ്ഠം മറ്റൊന്നും നികൃഷ്ടം എന്നുള്ള ഭാവമൊന്നും ഭഗവാനില്ല. എങ്കിലും മായ കാട്ടി ലോകം മുഴുവൻ മോഹിപ്പിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം പുത്രന്മാരെ ന്യായം പഠിപ്പിക്കാൻ വേണ്ടി ഈ വിധം വിനയത്തോടു കൂട്ടി അങ്ങോട്ട് ചോദിച്ചപ്പോൾ കൃകലാസ്വരൂപം പിടിഞ്ഞു ദേവശരീരം അങ്ങോട്ട് സ്വീകരിച്ച നിൽക്കണം. രാജാവ് സൂര്യതേജസ് പോലെ വിളങ്ങണ കിരീടത്താൽ അലങ്കരിക്കപ്പെട്ട ശിരസ്സുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദപത്മം പാദപങ്കജം സ്പർശിക്കത്തക്ക വിധം അങ്ങോട്ട് വീണ് നമസ്കാരം ചെയ്യുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് 9-ാം ശ്ലോകത്തിൽ നിർത്തിയിട്ട് നാളെ 10 തുടങ്ങാം. നൃഗൻ എന്താ പറഞ്ഞത് നമുക്ക് നാളെ മനസ്സിലാക്കാം. ശ്രീഹരി നമ ശ്രീഹരി നമ ശ്രീഹരി നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.